അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ജാബിറാണ്. ഇവിടെ വൈക്കത്തെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വന്നപ്പോ കാട്ടിക്കുന്ന് എന്നൊരു സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കയറിയപ്പോ നമ്മള് ഉസ്താദിനെ കണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നത്. മാഷാ അല്ലാഹ് ഉസ്താദാണ്. ബാക്കബിയാണ്, മുഹമ്മദ് ബാക്കബി എന്നാണ് പേര്. മലപ്പുറത്തുകാരനാണ്, ഇവിടെ സെറ്റിലാണ്. അപ്പൊ അയാളെ പേരെന്താണ്? ആരാണ് ഇപ്പൊ നമ്മള് സംസാരിക്കുന്ന ആളെ? സംസാരിക്കാനല്ല, ഒരു വീഡിയോ ഉള്ളത്. അത് ശരി. ഇതിനെ സംബന്ധിച്ച് അപ്പൊ ഞാൻ നമ്മൾ ഉസ്താദിനോട് ഉസ്താദ് പറഞ്ഞാണ് തൗഹീദുള്ള ആളുകളെ കാണാൻ ഭയങ്കര ഉസ്താദ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. തൗഹീദിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചേ, ചില ആളുകൾ പറയാനുണ്ട് ഈ തൗഹീദ് എന്ന് പറയുമ്പോ ചില നമ്മൾ ഉസ്താക്കന്മാരോടൊക്കെ അല്ല ഡോക്ടർമാരോടൊക്കെ സഹായം നേടുന്നുണ്ടല്ലോ, അത് ഇബാദത്തിന്റെ പരിധി പെടൂല എന്നൊക്കെ ചോദിക്കില്ല. ഡോക്ടറും ചികിത്സ ആരോടും നമുക്ക് സഹായത്തിന് അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയാം. പക്ഷെ രോഗം ശിഫിയാക്കി തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ്, അല്ലാതെ പടച്ചത്. അതൊരു കാരണമാണ്. ഡോക്ടറെ അടുത്തേക്ക് പോവുക. ചില ആൾക്കാർക്ക് ഏതിന്റെ ഒരു ഏറുവാടിക്ക് പോകും. ഏറുവാടി പോയാൽ ഏതിന്റെ ഒരു ചില ആൾക്കാർ രോഗം ശിഫയാവും, ചിലർ ശിഫയാവില്ല. ഈ ശിഫ തരുന്നതിനുള്ളൊരു കാരണമാണ് ഏത്? രോഗശമനത്തിനുള്ള ഓരോ കാരണങ്ങളാണ് ഇതിന്റെ. ചിലവില് ഏറുവാടിക്ക് പോകും. ചില ആൾക്കാർ ഏതിന്റെ അറിയോ ഈ വേറെ ഷിഫാക്കി കൊടുക്കുന്ന ആരാണ്? ശിഫായി കൊടുക്കുന്നത് പടച്ച തമ്പുരാൻ മാത്രമാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇവര് ഏർവാടി പോകുന്നത് ശരിയാണ്? ഏർവാടി പോകുന്നത് ശരിയല്ല. കാരണം അവിടെ എന്താണ് ഖബറുണ്ട് നെല്ലിക്കൊണ്ട് ആ ഖബറിനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ലാ തുഷദ്ദുർ റിഹാലു ഇല്ല ഇല്ലാ തലാസി മസാജിദാണ്. 3 പള്ളിക്കല്ലാതെ തീർത്ഥാടനം പാടില്ല എന്നാ. എങ്ങനെ? 3 പള്ളിക്കല്ലാതെ തീർത്ഥാടനം പാടില്ല. അതാണ് ഏതിന്റെ അറിയോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും ഖുർആനിലുള്ളതും അല്ല ഹദീസിലുള്ളതും. ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസി മസാജിദാണ്. 3 പള്ളിക്കല്ലാതെ തീർത്ഥാടനം റിഹാല് പറഞ്ഞതാണ്. പോകാൻ പാടില്ല എന്നാണ് ഏതിന്റെ നമ്മുടെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അജ്മീർക്ക് പോവുക, അത് പ്രകാരം പോവുക, അതൊക്കെ ഏതുണ്ടെന്ന് അറിയോ? ഒരു വിശ്വാസത്തിന് വേണ്ടി പോവുകയാണ്. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവൂല. ഈ നമ്മുടെ ഈ ഇതുണ്ട് മൗലൂദ് റാത്തീബിനെ കുറിച്ച് പടച്ച തമ്പുരാനെ അത് ഏതിന്റെ അറിയോ? അത് പുതിയ ഒരു ബിദിഅത്ത് പെട്ടതാണത്. ബിദിഅത്ത് പറഞ്ഞാല് പുതുതായി ഉണ്ടായത് എന്നാ. അതേതിന്റെ വളരെയധികം അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച കാര്യമാണ് ഈ ബിദിഅത്ത്. അപ്പൊ ഇതില് ഈ ചില ആളുകൾ പറഞ്ഞു അത് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തണെന്ന് പറയണം. അത് പുകഴ്ത്ത അത് ഷിയാക്കളെ പരിപാടിപ്പെട്ടതാണ്. അത് ഷിയാക്കളാണ് അത് ചെയ്യുന്നത്. അത് നമ്മളിൽ പെട്ടതല്ല. ഷിയാക്കൾ മുസ്ലിങ്ങളല്ലേ? ഷിയാക്കള് അവർ ബിദിഅത്തിന്റെ ആൾക്കാരാണ്. ചില ആൾക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളാന്നൊക്കെ പറയുന്നത്. അതെ അതെ, അത് തന്നെയാണ്. അവർ ഏതിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ്. അത് ഈ ജൂതന്മാരെ മാതിരി അവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും. അപ്പൊ നമ്മള് മൗലൂദ് റാത്തീബ് പാടില്ല. മൗലൂദ് റാത്തീബ് ഒന്ന് പുകയുണ്ടായതല്ലേ. അപ്പൊ ഈ ഖബർ സന്ദർശനം എന്ന് പറയുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. കാരണം മരണത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് ഖബർ സന്ദർശിക്കുക എന്നുള്ളത് വളരെ സിയാറത്ത് ടൂർ പാടില്ല. സിയാറത്ത് ടൂർ പാടില്ല. അത് ലാത്തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ തലാസി മസാജിദ അതിൽപ്പെട്ടതാണത്. എന്റെ പേരും വേറെ പറയാനുള്ളത് ഏതുണ്ട്? ഞാൻ തൗഹീദിൽ വിശ്വസിക്കുന്ന ആളാണ്. പൊതുസമൂഹത്തോട് എന്താ പറയുന്നത്? പൊതുജനങ്ങളോട് മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത് ഈ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന്. ഷിർക്ക് അല്ലാത്തതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു തരും. ഏത് പുറത്തു തരൂല? ഷിർക്ക് പറഞ്ഞാൽ അല്ലാഹ് അല്ലാത്തവരോട് കാര്യത്തെ ചോദിക്കുക. അതാണ് ഷിർക്ക് അറിയുന്നത്. നമ്മുടെ ആളുകളോട് അല്ലാഹു അല്ലാത്ത ആളുകളോട് ഞങ്ങൾ ചോദിക്കാറില്ലെന്ന് പറഞ്ഞു. അതിപ്പോ ഇയ്യാക്കൻ അഅ്ബുദു ഇയ്യാക്കൻ നസ്തഈൻ അതിന്റെ അർത്ഥം അതല്ലേ? ഇയ്യാക്കൻ അഅ്ബുദു നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇയ്യാക്കൻ നസ്തഈൻ നിന്നോട് മാത്രം. 2 ഇയ്യാക്കുണ്ട്. ആ ഇയ്യാക്കന്റെ അർത്ഥം എന്താ? നിന്നോട് മാത്രം എന്നല്ലേ? മാത്രം ചില ആളുകൾ പറയാം ഞങ്ങൾ ഡോക്ടർമാരോട് ഡോക്ടർമാരോട് സഹായത്തെ ചോദിക്കുക. അതൊരു കാരണമാണ്. ഏതിന്റെ ഡോക്ടറോട് ചോദിക്കുക. ഡോക്ടറല്ല രോഗം ശരിയാക്കി തരുന്നത്. മനുഷ്യർ തമ്മിലൂടെ സഹായത്തായിട്ട് മാത്രമേ. അത് മനുഷ്യനോട് ഏതിന്റെ അറിയോ? ഇപ്പോ ഒരാളോടൊരു സഹായത്തെ ചോദിച്ചാല് ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. അതാരാണ്? അള്ളാഹ് ഉദ്ദേശിച്ചാലേ കിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ അത് അവർ നമുക്ക് കൊണ്ടത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരാളോട് സഹായം ചെയ്യും, അയാളുടെ കഴിവിൽപ്പെട്ട കാര്യം നമുക്ക് തന്നെ. അയാളെ കഴിവിൽപ്പെട്ടതാ, അള്ളാന്റെ കഴിവിൽപ്പെട്ടതാണ്.
ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. അള്ള ഉദ്ദേശിച്ചാലേ ഉള്ളൂ കടം തരുള്ളൂ. അപ്പൊ ഈ ഇയ്യാക്കനാബുദ് വയ്യാക്കനസ്താൻ എന്ന ഇസ്തിയാനത്ത് ആരാധനന്റെ സഹായത്തിട്ട് ആരാധനന്റെ ഇതിൽപ്പെട്ടതാണ്. അതെ അതെ, അത് ആരാധന അതേ പ്രകാരം തന്നെ സഹായം ചോദിക്കുക, അതൊക്കെ അള്ളാന്റെ പരിധിയിൽ മാത്രം പെട്ടതാണ് എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസം എന്നാണ് നമ്മൾ ഇതുവരേക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെതിരിൽ പറയുന്ന ആൾക്കാരൊക്കെ വിജയത്തിന്റെ ആൾക്കാരാണ്. ചില ഉസ്താക്കന്മാർ ഇത് പറയണ്ടല്ലോ, നമുക്ക് ഔലിയാക്കളോട് സഹായം ഔലിയാക്കളോട് സഹായം ചോദിക്കുക എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയാം, ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെ പിഴച്ച ആൾക്കാരാണ്. അത് കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. മടവൂർ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്നത്. അത് പാടില്ല, അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നത്. അപ്പൊ മടവൂര് സിയാറത്ത് പോണ ആൾക്കാരൊക്കെ അതൊക്കെ ഇതുണ്ട് അറിയോ, അതൊക്കെ മുബത്തദീങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. അത് പാടില്ല. നമ്മുടെ ഉസ്താക്കന്മാരെന്താ പറഞ്ഞു കൊടുക്കാത്ത? അത് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് അതിപ്പോ അവരുടെ ജീവിത നിലവാരം മുട്ടുന്നെല്ലിട്ടായിരിക്കും ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിലുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം മാത്രമേ ശരിയുള്ളൂ. പിന്നെ വേറുണ്ട്, ഇത് മുസ്ലിം എന്നാണ് നമുക്ക് പേര് പറഞ്ഞിട്ടുള്ളത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏതെന്നറിയോ, പള്ളികൾ ചില ആൾക്കാർ ഏതുണ്ടറിയോ, മുജാഹിദ് പള്ളി അറിവുകൊണ്ട് ചില ആൾക്കാർ. അതിനനുസരിച്ചാണ് ഏതുണ്ടെന്നറിയോ, സലഫി പള്ളികൾ ഉണ്ടായി സമയത്താണ് സുന്നി പള്ളി. അങ്ങനെ ഒരു പള്ളി അവിടെ പാടില്ല. എല്ലാവരും അള്ളാന്റെ പള്ളി. അള്ളാന്റെ പള്ളി എന്നുള്ള വിശ്വാസം നമുക്ക് പാടുള്ളൂ. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലുള്ളത്. അള്ളാഹുവിന്റെ പള്ളിയിൽ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അള്ളാഹു അല്ലാത്ത ആൾക്കാരോട് ഇപ്പൊ ഇവിടെ ചില ആൾക്കാർ ഏതുണ്ട് അറിയോ, മഗ്‌രിബ് നിസ്കരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഏതുണ്ട് അറിയോ, വേറെ കുത്തുബിയത്ത് പ്രകാരം തന്നെ മൗകൂസ് മൗലൂദ് ഇതൊക്കെ നടത്തും. അതൊക്കെ പാടില്ലാത്തതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഉസ്താക്കന്മാർ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അതെ, സത്യം പറഞ്ഞു പറഞ്ഞാൽ അത് പറയില്ല. അതങ്ങനെയാണ്, അതിന്റെ കാര്യം അങ്ങനെയാണ്. കാരണം അവരെ ജീവിതമാർഗം മുട്ടുനെല്ലിക്കൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് നമുക്ക് സന്തോഷം. ഇനി വരുമ്പോൾ കയറും.